ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ? ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടി 2 ബീട്രൂട്ട് എടുക്കാം. എന്നിട്ട് ഈ ബീട്രൂട്ട് നന്നായി ചെത്തുക. സത്യം പറഞ്ഞാൽ പരണ്ടി കളഞ്ഞാൽ മതി എന്ന് പറയും, പക്ഷേ എനിക്കിത് പരണ്ടാൻ വലിയ വശമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെത്തി കളയുന്നത്. അതിനുശേഷം ബീട്രൂട്ട് ഓൾറെഡി മധുരം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പകുതി സവാള എടുത്താൽ മതി. അതിനുശേഷം ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക. കാര്യം എനിക്ക് നോർമലി തോരത്തിന് അരിയാൻ എനിക്ക് വലിയ വശമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ചോപ്പറിലിട്ടാണ് തോരത്തിനൊക്കെ ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് തന്നെ 2 കൊല്ലത്തോളമായി. ഇതുവരെ ഇതിനൊരു ഡാമേജും പറ്റിയിട്ടില്ല. നല്ല കുഞ്ഞായിട്ട് തന്നെ ബീട്രൂട്ടൊക്കെ നമുക്കിതിൽ കിട്ടും. അതിനുശേഷം നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി എന്നല്ല, ഇവിടെയൊക്കെ ഇരുമ്പേട്ടി എന്നാണ് പറയുന്നത്. അതിനുശേഷം ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചും കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി നമ്മൾ കടുക് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. കൊച്ചുള്ളി ഇട്ടതിന് ശേഷം കൊച്ചുള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബീട്രൂട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പിന്നും കുറച്ചുകൂടെ ഇളക്കി നമുക്കിത് നന്നായി അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി തേങ്ങ എടുക്കുക. അതിൽ 3-4 വെളുത്തുള്ളി ഇടുക. 2-3 ഇട്ടാലും മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു കൊച്ചുള്ളി, പിന്നെ ജീരകം. ചതച്ച ജീരകമാണ് ഇവിടെ കൂടുതലും തോരത്തിന് ഉപയോഗിക്കുന്നത്. ജീരകം നമ്മൾ ചതച്ചെടുക്കും. എന്നിട്ട് ഇതെല്ലാം തോരത്തിൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ അടുപ്പിലിരുന്ന ബീട്രൂട്ടിൻ്റെ കാര്യം മറന്നുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നമുക്കൊരു 5 മിനിറ്റ് വെച്ചേക്കാം. അപ്പോൾ അരപ്പിൻ്റെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.